ഫിലിം ഒബ്സർവേഷൻ, ഫിലിം റെസ്റ്റോറേഷൻ എന്ന് പറയുന്ന ഈ പരിപാടി പങ്കെടുക്കാൻ സാധിക്കുന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഇത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണെന്ന് ഇതിന് മുമ്പ് തന്നെ ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. പക്ഷെ ഒന്നും ചെയ്യാൻ നിവർത്തിയില്ല, അതൊന്നും ചെയ്തില്ല. ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെറിറ്റേജ് ഫൗണ്ടേഷൻ, ഫിലിം ഹെറിറ്റേജ് ഫൗണ്ടേഷൻ മുൻകൈ എടുക്കുകയും ഇന്ത്യയിൽ മാത്രമല്ല പുറത്തുള്ള ആളുകളെ ബോധവാന്മാരാണ് ഇതിന്റെ പ്രവർത്തനങ്ങളിലേക്ക് ക്ഷണിക്കുകയും സ്വീകരിക്കുകയും നടത്തുകയും ചെയ്യുന്നതിൽ വളരെയധികം സന്തോഷം. സത്യത്തിൽ പഴയ പടങ്ങൾ പലതും വിലയേറിയ പല പടങ്ങളും നമുക്ക് നഷ്ടപ്പെട്ടു പോയി. അതിൽ നെഗറ്റീവ് കംപ്ലീറ്റ് ആയിട്ട് നഷ്ടപ്പെട്ടു പോയ പടങ്ങളെ പോലും ചിലപ്പോൾ അതിന്റെ പ്രിന്റ് എവിടെയെങ്കിലും കിട്ടുമെങ്കിൽ കിട്ടും. എവിടെയൊക്കെ കിടപ്പുണ്ട്, എവിടെയൊക്കെയാണെന്ന് നമുക്ക് അറിയില്ല. ഒരു നല്ല പ്രിന്റ് കിട്ടിയാൽ മതി, അതിനെ നമുക്ക് റെസ്റ്റോർ ചെയ്യാൻ സാധിക്കും. അതിനുവേണ്ടി പ്രവർത്തിക്കാൻ ഇന്നിപ്പോൾ നടക്കുന്നത് കൺക്ലൂഷനാണല്ലോ. ഈ മീറ്റിങ്ങിന്റെ, ഈ യോഗത്തിന്റെ 23-ാം ദിവസമായിട്ട് നടന്ന സംവാദങ്ങളുടെ ഒരു എന്താ പറയാ കൺക്ലൂഷനാണ്. സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ പങ്കെടുക്കുന്ന ആൾക്കല്ല. ഈ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കുന്ന ആളുകളെല്ലാം തന്നെ വെറുതെ സർട്ടിഫിക്കറ്റും കയ്യിൽ വെച്ചുകൊണ്ടിരിക്കാതെ കഴിയുന്നിടത്തോളം എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കുക. ഈ 24 hours വേണ്ടി വർക്ക് ചെയ്യാൻ സാധിക്കില്ലെന്ന് അറിയാം. ബട്ട് സ്വയവും ബാക്കിയുള്ളവരെ ഇതിനുവേണ്ടി പ്രേരിപ്പിച്ചിട്ട് പഴയ നഷ്ടപ്പെട്ടു പോയ പടങ്ങൾ റെസ്റ്റോർ ചെയ്യാനും പ്രിസർവ് ചെയ്യാനും ശ്രമിക്കുക. അത് നല്ല കാര്യം. ഞാൻ ഒരു 10-14 പടമേ പ്രൊഡ്യൂസ് ചെയ്തു. അതിലൊരു 4-5 പടം ഇതുപോലെ എനിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല. അത് ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളറായപ്പോ ആണ് ഈ ചേഞ്ച് പ്രധാനമായിട്ടും വന്നത്. ഫിലിമെല്ലാം അടച്ചു വെച്ച് കൂട്ടിയിട്ട് ഇട്ടുവെച്ചിട്ട് ലാബും അടച്ചിട്ട് അവരുടെ ഓഫീസും ലാബും ഒക്കെ അടച്ചിട്ട് അവരുടെ പഠനം കിട്ടും. പലപ്പോഴും ഫിലിം എടുത്ത് കണ്ടുപിടിച്ച് നെഗറ്റീവ് കൊണ്ട് കൈ തരുമ്പോൾ തുറന്നു നോക്കിയാൽ മുഴുവനും നെഗറ്റീവ് കൂടിച്ചിരിക്കുന്നതാണ്. അങ്ങനെ കുറഞ്ഞത് മദ്രാസിൽ തന്നെ ഒരു 500-ൽ കൂടുതൽ പടം, മലയാളത്തിൽ ഒരു 10-200 പടത്തിൽ കൂടുതൽ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇങ്ങനെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇരുന്നിട്ട്. അതിന്റെ പോസിറ്റീവ് അതിന്റെ പ്രിന്റ് എവിടെയെങ്കിലും കിട്ടുകയാണെങ്കിൽ നമുക്ക് വല്ലതും ചെയ്യാം. അതൊക്കെ നിങ്ങൾ ഈ റിസർച്ച് ചെയ്യുന്ന, ഇതിനു വേണ്ടി പ്രത്യേകിച്ച് മെനക്കെട്ട് വർക്ക് ചെയ്യുന്ന നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ്. എനിക്കത് ചെയ്യാൻ സാധിക്കുന്നത് നിങ്ങളുടെ ഈ സംരംഭത്തിന് എല്ലാ വിധത്തിലുള്ള വിജയം നേടാൻ സാധിക്കും. അത് ആത്മാർത്ഥമായി ഞാൻ ചെയ്യുന്നു. നല്ല നല്ല പടങ്ങൾ, എത്രയോ നല്ല നല്ല പടങ്ങൾ, ഞാൻ ഓരോന്നിൻ്റെ ആയിട്ട് പേരെടുത്ത് പറയുന്നില്ല. നല്ല പടങ്ങൾ, ബാക്കി പടങ്ങളെല്ലാം മോശമെന്നല്ല പറയുന്നു. പക്ഷെ അമൂല്യങ്ങളായിട്ടുള്ള പടങ്ങൾ അത് തന്നെ കാണാൻ നമുക്ക് കിട്ടുന്നില്ല. അതിനുള്ള സാധ്യത ഫിലിം ഹെറിറ്റേജിനുണ്ടാകട്ടെ എന്നുള്ള ലക്ഷ്യമുണ്ട്. എല്ലാവർക്കും എല്ലാ മംഗളങ്ങളും ഞാൻ എൻ്റെ വാക്കുകൾ